ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും ചേർത്തല തെക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ചേർത്തല തെക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് 19-20 വാർഡുകളുടെയും ആഭിമുഖ്യത്തിലാണ് ലോക പ്രമേഹ ദിനവും കൂട്ടനടത്തവും സംഘടിപ്പിച്ചത്. അർത്തുങ്കൽ ഫിഷറീസ് സ്കൂൾ വിദ്യാർത്ഥികളും ബഹുജനങ്ങളും കൂട്ടനടത്തത്തിൽ പങ്കാളികളായി. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ പ്രമേഹദിന സന്ദേശം നൽകി. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ SHO PG മധു കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടെനി ജോർജ് പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഡൈനി ഫ്രാൻസിസ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ VP ജോഷി നന്ദിയും പറഞ്ഞു. PHN റീത്തമ്മ PE, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിയൻ ചാണ്ടി, ജൂനിയർ PHN രശ്മി S, ഫിഷറീസ് സ്കൂൾ അധ്യാപകൻ അനൂപ് എന്നിവർ സംസാരിച്ചു. ലോക പ്രമേഹ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ദിനങ്ങൾ ആചരിക്കും, പിന്നീട് അത് തുടരുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വയ്ക്കും, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞാലാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. ഒരു 21 ദിവസം ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നാളെ നിങ്ങളിപ്പോൾ ഈ നടത്താൻ ആരംഭിക്കുകയാണെങ്കിൽ അത് 21 ദിവസം നിങ്ങൾ നടക്കാൻ അത് വിട്ടുകളയരുത്. 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം വരെ നിങ്ങളത് ചെയ്തിരിക്കും, മസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ദിനത്തിൽ ഈ കുട്ടികളെ ഇത്രയും നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റേഷൻ്റെ അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കൂട്ടനടത്തത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ ജീവിതശൈലികളെ ഭാഗമായിട്ട് നമുക്ക് വന്നു ചേരുന്ന പ്രമേഹ രോഗത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളൊരാശയം കൂടി ഇതിൻ്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് ശീലിച്ചു വരേണ്ട ഒന്നാണ്. പലപ്പോഴും പ്രമേഹ രോഗം ഒരു കുടുംബപരമായി കൈമാറി കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. മാതാപിതാക്കളെ അനുഷ്ഠിക്കുന്ന ശൈലിയാണ് പലപ്പോഴും ആഹാരക്രമത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യകളിലും നമ്മുടെ മക്കളും പിന്തുടർന്ന് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മക്കളിലേക്ക് പകരുന്നൊരു രീതി, മക്കൾക്കും കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്.